ഇറാൻ വീണ്ടും രാജഭരണത്തിലേക്ക് നീങ്ങുകയാണോ? അമേരിക്കയുടെ നിശ്ചയപ്രകാരം ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ആ വഴിക്കാണെന്ന് തോന്നും ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടാൽ. ഇറാൻ പുറത്താക്കിയ പഴയ രാജാവിൻ്റെ മകനായ കിരീടാവകാശിയെ തിരികെ കൊണ്ടുവരിക, അതിന് എന്ത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും അയത്തുള്ള ഖൊമേനി ഭരണകൂടത്തെ താഴെയിറക്കി രാജവംശത്വത്തിന് തിരിച്ച് ഇറാനിലേക്ക് ഭരണം ഏൽപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് തോന്നും ഈ തിടുക്കത്തിലുള്ള ആക്രമണം കണ്ടാൽ. അതിനിടെ യുദ്ധത്തിൽ പങ്കാളിയാകാനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ US പടക്കപ്പൽ USS നിമിറ്റ്സ് പശ്ചിമേഷ്യ ലക്ഷ്യമിട്ടിപ്പോൾ നീങ്ങുകയാണെന്ന് അടുത്ത ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അമേരിക്കയും എന്തിനും സജ്ജമായി ഇറാനുമായി യുദ്ധത്തിനൊരുങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇറാൻ്റെ രാജഭരണത്തിലേക്ക് വരാം. രാജവംശത്തിലെ ഇറാനിലെ അവസാനത്തെ ഷാ ആയിരുന്ന മുഹമ്മദ് റൈസ പഹ്ലവിയുടെയും മൂന്നാമത്തെ ഭാര്യ ഫറാ ബീവിയുടെയും മൂത്ത മകനാണ് ഇപ്പോൾ ഇറാൻ്റെ ഷാ രാജകുടുംബത്തിലെ കിരീടാവകാശി എന്ന് അവകാശപ്പെടുന്ന റേസ പഹ്ലവി. 1967 തൻ്റെ പിതാവ് ഇറാനിലെ രാജാവായി മാറിയപ്പോൾ അടുത്ത കിരീടാവകാശിയെ നാമനിർദ്ദേശം ചെയ്തതാണ് ഈ റൈസ പഹ്ലവിയെ. എന്നാൽ 79 നടന്ന ഇറാനിലെ വിപ്ലവത്തിൽ രാജകുടുംബത്തിന് അധികാരം നഷ്ടപ്പെട്ടു. അവർക്ക് ഇറാനിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് ഈജിപ്റ്റ്, അതിനുശേഷം അമേരിക്ക. ഇപ്പോൾ മുഹമ്മദ് റൈസ പഹ്ലവി അദ്ദേഹം കുടുംബവുമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. ഇപ്പോഴിതാ ഇതേ റൈസ പഹ്ലവിയുടെ മകൾ ഷാ കുടുംബത്തിലെ ഇറാനിലെ രാജകുമാരി എന്ന് ഏവരും വിളിക്കുന്ന ഇമാൻ പഹ്ലവി വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഇസ്രായേലി ജൂതനെയാണ്, ബ്രാഡ്ലി ഷെർമാനെ. അമേരിക്കയിൽ താമസിക്കുന്ന മുഹമ്മദ് റൈസ പഹ്ലവിയാണ് ഇപ്പോൾ ഇറാനിലെ അവസാനത്തെ ഷാ എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഒന്നും അയത്തുള്ള ഖൊമേനിയുടെ ഇറാനിയൻ സർക്കാരിനെ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അംഗീകാരവും പിന്തുണയുമൊക്കെ ഈ രാജവംശത്തിനാണ്. ഇസ്രായേലുമായി ഷാ കുടുംബത്തിലെ കിരീടാവകാശികൾക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ഇസ്രായേൽ സന്ദർശിക്കാറുമുണ്ട്. അതായത് ഇറാൻ രാജകുടുംബവും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത സൗഹാർദ്ദത്തിലാണ്. ഇസ്രായേലിൻ്റെ പക മുഴുവൻ ഇറാൻ്റെ ഇപ്പോഴത്തെ ഖൊമേനി ഭരണകൂടത്താണെന്ന് പലതവണ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ്. ഇറാനി ജനതയോട് തങ്ങൾക്ക് ഒരു വിദ്വേഷമില്ലെന്നും ഖൊമേനി സർക്കാരിനെ താഴെ ഇറക്കുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പലതവണ നെതന്യാഹു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ വരുന്ന വാർത്തകൾ പ്രകാരം പാരീസിൽ വച്ചാണ് ഇറാൻ്റെ കിരീടാവകാശിയുടെ മകളുടെ വിവാഹം ജൂതവംശജനായ ബ്രാഡ്ലി ഷെർമാനുമായി നടന്നിരിക്കുന്നത്. റൈസ ഷാ ഇപ്പോൾ US-ൽ, മകളെ വിവാഹം ചെയ്തത് ഒരു ഇസ്രായേലി ജൂതൻ. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലും കണക്കുകൂട്ടലാണ്ട് വ്യക്തമാകുന്നു. ഖൊമേനി ഭരണത്തിന് അവസാനമിട്ട് ഇറാനിലേക്ക് പഴയ രാജഭരണം തിരികെ കൊണ്ടുവരിക, അതിന് റൈസ പഹ്ലവിയെ തിരികെ ഇറാൻ്റെ രാജാവായി വാഴ്ത്തിക്കുക. ഇപ്പോഴത്തെ ഖൊമേനി സർക്കാരിനെതിരെ ജനവികാരം രഹസ്യമായിട്ടാണെങ്കിലും അതിരൂക്ഷമായി ഉയർന്നു വരുന്നു എന്നതാണ് ഇസ്രായേലും അമേരിക്കയും കാണുന്ന ഒരു കാരണം. പക്ഷേ കടുത്ത ശിക്ഷകൾ നിലനിൽക്കുന്നതിനാൽ ഇറാനിൽ വളരെ വിരളമാണ് ഖൊമേനി ഭരണത്തിനെതിരായ കലാപക്കൊടികൾ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം മുഴുവൻ ഇറാനിലെ സൈനിക മേധാവികളെ കൊന്നൊടുക്കുകയും ഇറാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിച്ച് തകർത്തുമൊക്കെയാണ്. അതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം ഇറാനിലെ സർക്കാരിനെ മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരണമെന്നാണ്. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ഓപ്ഷൻ ടെഹ്റാൻ കീഴടക്കി പഴയ ഷാ ഭരണകൂടത്തെ വീണ്ടും ഇറാൻ്റെ ഭരണം ഏൽപ്പിക്കുക എന്നാണ്. ഇതിനിടെയാണ് ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെലവീവിലേക്ക് ഇറാൻ വീണ്ടും പ്രത്യാക്രമണം നടത്തിയത്. ഘട്ടം ഘട്ടമായി തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ 4-1 മാത്രമേ ഉള്ളൂ ഇസ്രായേൽ എന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും സൈനിക ശക്തിയിൽ ഏതാണ്ട് തുല്യവുമാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ, പോർവിമാനങ്ങൾ, കാലാൾപ്പട, ഇതിലൊക്കെ ഇരു രാജ്യങ്ങളും ഏതാണ്ട് തുല്യ ശക്തിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ തന്ത്രപരമായി വീണ്ടും ആക്രമണം ശക്തമാക്കിയാൽ ഇസ്രായേലിന് അധികകാലം പിടിച്ചു നിൽക്കാനാകുമോ എന്നും ഇപ്പോൾ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് ലോക നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാരുമായും ട്രംപ് തൻ്റെ ഈയൊരു നിലപാട് വളരെ വ്യക്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നില്ല എന്ന്
തനിക്കൊരു ഉറപ്പ് വേണമെന്ന് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതേസമയം ഖൊമേനിയെ വധിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇതിനിടെയാണ് അമേരിക്ക എന്തായാലും ഇസ്രായേലിനെ ഈ ദൗത്യത്തിൽ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയെന്ന റിപ്പോർട്ട് വരുന്നതിന് പിന്നാലെ USS നിമിറ്റ്സ് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് വിയറ്റ്നാമിൽ ഡോക്കിംഗ് ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്ക് അതിവേഗം ഈ യുദ്ധക്കപ്പൽ നീങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. 90 യുദ്ധവിമാനങ്ങളെ വഹിച്ചുകൊണ്ടാണ് USS നിമിറ്റ്സ് ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഈ മേഖലയിലെ US-ൻ്റെ വ്യോമ സൈനിക താവളങ്ങളെ ഇറാൻ മിസൈലുകൾ ലക്ഷ്യമിടുമോ എന്നൊരു സംശയം US-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പടക്കപ്പൽ ഇപ്പോൾ യുദ്ധമേഖലയിലേക്ക് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ 2-3 പടക്കപ്പലുകളും ഇപ്പോൾ പശ്ചിമേഷ്യയിലുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കുമോ എന്നൊരു ആശങ്കയും US-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തിരിച്ചടിക്കട്ടെ, തൽക്കാലം ഇറാനിലെ ആണവ നിരായുധീകരണം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇപ്പോഴും US പറയുന്നത്. എങ്കിലും ഇറാൻ ഏതെങ്കിലും ഒരു അമേരിക്കൻ കേന്ദ്രം ആക്രമിക്കാൻ തുനിഞ്ഞാൽ തക്ക സമയത്ത് തിരിച്ചടി നൽകുക എന്ന് തന്നെയാണ് US-ൻ്റെ ലക്ഷ്യം.